ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ദൈവവചന കേൾവി മുഖാന്തരം ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ധന്യരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് നിരാശയുടെ ഒരു വാക്കാണിത്. നാം ചില നാളുകളായിട്ട് ചിന്തിച്ചു വരുന്നത് പ്രതീക്ഷ നശിച്ചതായ ചില ആളുകൾ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അവർ കടന്നു വരുന്നു, യേശുക്രിസ്തുവുമായിട്ട് അവർ സംസാരിക്കുന്നു, യേശുക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അവരുടെ നിരാശകൾ മാറുന്നു, അവർക്ക് പ്രത്യാശയുള്ളവരായിത്തീരുന്നു, അവരനുഗ്രഹിക്കപ്പെടുന്നു, അവരുടെ ജീവിതം ധന്യമായിത്തീരുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് 3.5 വർഷം മുമ്പ് ഇതേ തിബരിയാസ് കടൽക്കരയിൽ തൻ്റെ ജീവിത സന്ധാരണത്തിനുള്ളതായ പടകുമായിട്ട് പടകിൽ നിരാശയോടെ ഇരിക്കുന്ന ഒരു പത്രോസിനെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. അന്ന് ഇതുപോലെ തന്നെ ശിമോൻ പത്രോസ് വളരെ നിരാശപ്പെട്ടാണ് ഇരിക്കുന്നത്. കാരണം അന്ന് രാത്രി അവനൊന്നും പിടിച്ചില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷേ ഒരു പൊടി മീൻ പോലും ശിമോൻ പത്രോസിന് കിട്ടിയില്ല. ഇനി ഞാൻ എങ്ങനെ എൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും, എൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഞാൻ എങ്ങനെ ആഹാരം കൊടുക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് താടിക്ക് കൈയും കൊടുത്ത് പടകിലിരിക്കുമ്പോഴാണ് യേശുക്രിസ്തു ശീമോൻ പത്രോസിൻ്റെ പടകിലേക്ക് കടന്നു വരുന്നതും ശീമോൻ പത്രോസിനെ ഭൗതികമായും ആത്മീകമായും അനുഗ്രഹിക്കുന്നതും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് 3.5 വർഷം മുമ്പ് പത്രോസ് നിരാശപ്പെട്ട് പടകിലിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് പത്രോസിൻ്റെ ജീവിത പടകിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയാണ്. പടകം നിറയെ മീൻ കൊടുക്കുകയാണ്, ഭൗതികമായ അനുഗ്രഹങ്ങൾ. മാത്രവുമല്ല, പത്രോസിന് അന്ന് ഒരു വലിയ സ്വർഗീയ വാഗ്ദത്തം ജീവനുള്ള ക്രിസ്തു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു പത്രോസിന് കൊടുത്തതായ വാഗ്ദത്തം എന്താണ്? പത്രോസെ, നീ ഇന്ന് ജീവനുള്ള മീനെ പിടിച്ച് കൊല്ലുന്ന ഒരു മുക്കുവനാണ് നീ. എന്നാൽ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം മൂലം ആത്മാവിൽ മരിച്ചു കിടക്കുന്ന ജനലക്ഷങ്ങളെ ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വർഗീയ ശുശ്രൂഷക്കാരനാക്കി നിന്നെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്നുള്ള ഒരു സ്വർഗീയ വാഗ്ദത്തം ജീവനുള്ള ക്രിസ്തു ഈ മുക്കുവ തൊഴിലാളിക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശിമോൻ പത്രോസ് ആരാണ്? ആരുമല്ല, ഒരു മുക്കുവ തൊഴിലാളിയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിന്, ജീവനുള്ള ക്രിസ്തുവിന് ഈ ശിമോൻ പത്രോസിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ശിമോൻ പത്രോസിൻ്റെ വിദ്യാഭ്യാസം കണ്ടിട്ടല്ല, ശിമോൻ പത്രോസിൻ്റെ കഴിവ് കണ്ടിട്ടല്ല, ശിമോൻ പത്രോസിൻ്റെ കുടുംബ മഹിമ കണ്ടിട്ടല്ല, ശിമോൻ പത്രോസിൻ്റെ ആഢ്യത്യമോ കുലീനത്വമോ കണ്ടിട്ടല്ല, ശിമോൻ പത്രോസിന് ഒന്നും കണ്ടിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ശിമോൻ പത്രോസിന്, ഈ ഒരു മുക്കുവനാകുന്ന ശിമോൻ പത്രോസിൽ ഒരു വലിയ പ്രതീക്ഷ ദൈവം വയ്ക്കുകയാണ്. ജീവനുള്ള ക്രിസ്തു വലിയ പ്രതീക്ഷയോടെ ശിമോൻ പത്രോസിൻ്റെ പടകിലേക്ക് കടന്നു വരികയാണ്. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ജീവനുള്ള ദൈവം നിങ്ങളോടും പറയുന്ന ഇതാണ്, മകനെ, എനിക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ടായെന്ന്. സഹോദരാ, നീ ഒരു പക്ഷേ കഴിവില്ലാത്തവനായിരിക്കാം, നീ ഒരു പക്ഷേ കറുത്തവനായിരിക്കാം, നീ ഒരു പക്ഷേ അംഗഹീനനായിരിക്കാം, നീ ഒരു പക്ഷേ ബലഹീനനായിരിക്കാം, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, ഒരു പക്ഷേ നീ ഒരു രോഗിയായിരിക്കാം, നീ അനേക കടബാധ്യതയിൽപ്പെട്ട് വലയുന്നവനായിരിക്കാം, നീ സമൂഹത്തിൽ ആരുമല്ലായിരിക്കാം. എന്നാൽ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ മെനഞ്ഞവനും നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനുമായ ജീവനുള്ള ക്രിസ്തു നിന്നോട് പറയുകയാണ്, മകനെ, എനിക്ക് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായെന്ന്. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് ക്രിസ്തുവിന് പ്രതീക്ഷയുണ്ട്,
മകളെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആ വലിയ ശുശ്രൂഷയിലേക്ക് നിന്നെയും സ്വർഗത്തിലെ ദൈവം മാടി വിളിക്കുകയാണ്. പത്രോസിനെ വലിയ പ്രതീക്ഷയോടെയാണ് കർത്താവ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ പടകിലേക്ക് കർത്താവ് കടന്നു ചെന്നു. അനുഗ്രഹിക്കപ്പെട്ടതായൊരു മീൻകൂട്ടം, വല നിറച്ച് മീൻകൂട്ടം കിട്ടി. എന്നാൽ പത്രോസ് എന്താണ് ചെയ്തത്? അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോയില്ല. അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി. എല്ലാം വിട്ട്, വീട് വിട്ട്, കൂട് വിട്ട്, മക്കളെ വിട്ട്, ഭാര്യയെ വിട്ട്, ജീവസന്ധാരണത്തിലുള്ളതായ പടകും വലയും വിട്ട്, എല്ലാം വിട്ട്, പടകിൽ ലഭിച്ചതായ ആ നിറയെ മത്സ്യവും വിട്ടിട്ട്, ഈ പടകും വലയെല്ലാം വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. സഹോദരങ്ങളെ, നാം ഇന്ന് അനുഗ്രഹത്തിൻ്റെ പിന്നാലെയാണോ അത് ഈ അനുഗ്രഹം തന്നവൻ്റെ പിന്നാലെയാണോ നടക്കുന്നത്? ഈ ലോകത്തിലെ അനുഗ്രഹമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതെയോ എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ച ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ അവൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടെയാണോ നാം ഇന്ന് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പത്രോസ് എല്ലാം വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. ഒരു 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. ആ ഒരു നടപ്പ് അതൊരു അനുഗ്രഹത്തിൻ്റെ നടപ്പായിരുന്നു. അതൊരു പ്രത്യാശയുടെ നടപ്പായിരുന്നു. അതൊരു തേജസ്സിൻ്റെ നടപ്പായിരുന്നു. അതൊരു പ്രതീക്ഷയുടെ നടപ്പായിരുന്നു. ഒരു 3.5 വർഷക്കാലം യേശുക്രിസ്തുവിന് പിന്നാലെയുള്ളതായൊരു നടപ്പ്. ഈ യേശുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് പത്രോസിന് ലഭിച്ചത്? വീണ്ടും പത്രോസിന് അനേക സ്വർഗീയ വാഗ്ദത്തങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തുവിനോട് ചേർന്നുള്ളതായ ഒരു ഇന്നർ ഗ്രൂപ്പുണ്ട്, ഒരു ഇന്നർ കോറ്. അതിൽ പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. ഒരിക്കൽ കർത്താവ് താബോറിൻ്റെ അനുഭവത്തിലേക്ക്, താബോർ മലയിലേക്ക് കയറി പോകുമ്പോൾ ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ പോകുന്നത്. അവിടെ ഏലിയാവും മോശയും അവിടെ പ്രത്യക്ഷമാകുന്നുണ്ട്. ദൈവ തേജസ് അവിടെ ഇറങ്ങി വരുന്നുണ്ട്. ആ സ്വർഗീയ തേജസ്സിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിന് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സ്വർഗീയ സന്തോഷത്തിൽ മതിമറന്നിരുന്ന കാലങ്ങൾ പത്രോസിന് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തു വലിയ സന്തോഷത്തിൻ്റെ കാലങ്ങളായിരുന്നു അത്! ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ളൊരു നടപ്പ്. നിരാശപ്പെട്ട് കഴിഞ്ഞതായൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ജീവിത പടകിലേക്ക് ക്രിസ്തു കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ പിന്നാലെയുള്ളൊരു നടപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് ആരുടെ കൂടെയാണ് നടക്കുന്നത്? നിങ്ങളിന്ന് ആരുടെ കൈ പിടിച്ചാണ് നടക്കുന്നത്? നിങ്ങൾ യേശുവിൻ്റെ കൂടെയാണോ നടക്കുന്നത്? അതെയോ പിശാചാണോ നമ്മുടെ കൂടെ നടക്കുന്നത്? ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം പിടിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണോ നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങൾ നയിക്കുന്നത്? നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഈ യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പോടുകൂടിയാണോ ജീവിക്കുന്നത്? പത്രോസിൻ്റെ ആ 3.5 വർഷത്തെ ജീവിത അനുഭവം, ദൈവത്തിന് സ്തോത്രം. പത്രോസ് സന്തോഷത്തോടെ കർത്താവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കാം. അവിടെ കർത്താവ് പത്രോസിനെ അനുഗ്രഹിക്കുകയാണ്. പത്രോസിന് വീണ്ടും വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. കാരണം പത്രോസിനെ കുറിച്ച് കർത്താവിന് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ പ്ലാനുകളുണ്ട്. സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിന് ഒരു സ്വർഗീയ പ്ലാൻ പത്രോസിനെ കുറിച്ചുണ്ട്. ആദ്യം കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്നാണ്. എന്നാൽ ഇവിടെയും സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. 16-ാം അധ്യായം 13 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്നാണ് പറയുന്നത്? ഇവരെന്താണ് എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താണ് അവരെക്കുറിച്ച് കേട്ടിരിക്കുന്നത്? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. മറ്റു ചിലർ ഏലിയാവെന്നും, ചിലരെ ഏലിയാവെന്ന് പറയുന്നു. വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന്. മറ്റു ചിലരുടെ അഭിപ്രായം, ഇവനേതോ പ്രവാചകനാണ്, യെശയ്യാ പ്രവാചകനോ അല്ലെ യിരെമ്യാ പ്രവാചകനോ, ഇവനേതോ ഒരു പ്രവാചകനാണ്. പ്രിയപ്പെട്ടവരെ, ജനത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പലതാണ്. പ്രവാചകനാണെന്ന് അവർ ചിലർ പറയുന്നു, ചിലർ ഏലിയാവാണെന്ന് പറയുന്നു. പിന്നെ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, പ്രിയപ്പെട്ടവരെ, കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ശരിയാണ്, ജനത്തിൻ്റെ അഭിപ്രായം പലതാണ്. പ്രവാചകന്മാരെന്ന് പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ ചോദ്യത്തിന് മറുപടിയായി ശീമോൻ പത്രോസ് ആദ്യം അഭിപ്രായം പറയുകയാണ്. കർത്താവേ, നീ ജീവനുള്ള പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്ത് നല്ലൊരു കാഴ്ചപ്പാടാണ്! നീ ദൈവപുത്രനാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ നീ ക്രിസ്തുവാണ് നീ എന്ന് അപ്പോസ്തലനായ പത്രോസ് എടുത്തിയാട്ടത്തോടെ ആദ്യം അഭിപ്രായം പറയുകയാണ്.
പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താണ് അതിന് പറഞ്ഞത്? യേശു അവനോട്, യേശു പത്രോസിനോട്, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ബർയോനാ ശീമോനെ, യോഹന്നാന്റെ മകനായ ശീമോനെ നീ ഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ജീവനുള്ള ദൈവം പത്രോസിനോട് പറയുകയാണ്, പത്രോസേ നീ ഒരു ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല നിനക്കത് മനസ്സിലാക്കി തന്നത്. ഈ ഭൂമിയിൽ നിനക്ക് ബുദ്ധിയുള്ളതുകൊണ്ടല്ല നിനക്ക് മനസ്സിലായത്. മനുഷ്യരും പറഞ്ഞു തന്നിട്ടല്ല. നീ ജഡരക്തങ്ങളല്ല നിനക്കത് മനസ്സിലാക്കി തന്നത്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം, എൻ്റെ പിതാവായ ദൈവമാണ് ശീമോനെ നിനക്കത് മനസ്സിലാക്കി തന്നത്. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നിനക്കൊരു ബോധ്യം കിട്ടിയില്ലേ? നിനക്ക് മനസ്സിലാക്കി തന്നില്ലേ? അത് ജഡരക്തങ്ങളല്ല, മനുഷ്യരാരും അല്ല നിനക്ക് മനസ്സിലാക്കി തന്നത്. അത് എൻ്റെ പിതാവായ ദൈവം, അവനാണ് നിനക്കത് മനസ്സിലാക്കി തന്നത്. പിന്നെയോ, നീ പത്രോസാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നിന്റെ ഈ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്തു വലിയൊരു വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവരെ. നീ പത്രോസാകുന്നു. ഈ പാറമേൽ, നിന്റെ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പദവി പത്രോസിന് കൊടുക്കുകയാണ്. എന്തു വലിയ സ്നേഹം, എന്തു വലിയൊരു കരുതൽ. ദൈവം പത്രോസിനെ, കർത്താവ് പത്രോസിനെ അനുഗ്രഹിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ് പത്രോസിനെ. വിശ്വാസമാകുന്ന ആ താക്കോൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോൽ വിശ്വാസമാണ്. ആ താക്കോൽ പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. പിന്നെയോ ചില അധികാരങ്ങൾ കൂടെ കൊടുക്കുകയാണ് പത്രോസിന്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും അത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. കെട്ടുവാനും അഴിക്കുവാനുമുള്ളതായ അധികാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള ആ വിശ്വാസം പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗീയ അധികാരം പത്രോസിന് കൊടുക്കുകയാണ്. സ്വർഗീയ വാഗ്ദത്തങ്ങൾ ദൈവം പത്രോസിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സന്തോഷകരമായി ആ അനുഭവത്തോടെ കർത്താവിനോട് ചേർന്ന് പത്രോസ് ഏതാണ്ട് 3-3.5 വർഷക്കാലം നടന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ പത്രോസ് കണ്ടു. ഈ ഇടയ്ക്ക് മരിച്ചു കിടക്കുന്ന ലാസർ ഉയർത്തെഴുന്നേൽക്കുന്ന പത്രോസ് കണ്ടില്ലേ? കുരുടർ കാണുന്നത് പത്രോസ് കണ്ടില്ലേ? മുടന്തർ നടക്കുന്നത് പത്രോസ് കണ്ടില്ലേ? കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നത് പത്രോസ് കണ്ടില്ലേ? രക്തസ്രവക്കാരി സ്ത്രീ യേശുക്രിസ്തുവിനെ ആ തൊങ്ങലിലും തൊട്ടപ്പോൾ രക്തസ്രവം നിന്നതവൾ കണ്ടില്ലേ? കൂന് ബാധിച്ച സ്ത്രീയെ യേശു നിവരുമാറാക്കിയത് പത്രോസ് കണ്ടില്ലേ? എന്തെല്ലാം അത്ഭുതങ്ങൾ നേരിട്ട് സ്വന്തം കണ്ണാലെ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഈ അപ്പോസ്തലനായ പത്രോസ്. നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ് നിങ്ങൾ. മരിച്ചുപോയെന്ന് വിധി എഴുതിയ ചിലരെല്ലാം ജീവനോടെ എഴുന്നേറ്റ് വന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാം തീർന്നെന്ന് വിചാരിച്ചിരുന്നവർ വീണ്ടും ജീവനോടെ എഴുന്നേറ്റ് വന്നത് സഹോദരൻ നീ അനുഭവിച്ചിട്ടില്ലേ? നിന്റെ രോഗം കർത്താവ് മാറ്റി തന്നിട്ടില്ലേ? ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിന് വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ദൈവം, ഇതിലെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തത്. നിനക്ക് ആയുസ്സ് ദൈവം നീട്ടി തന്നില്ലേ? എത്ര അപകടങ്ങൾ കർത്താവ് നിനക്ക് ഒഴിവാക്കി തന്നു. നിന്നെ ദൈവം അനുഗ്രഹിച്ചില്ലേ? നിന്നെ ദൈവം ഉയർത്തിയില്ലേ? ദൈവം നിന്നെ വളർത്തിയില്ലേ? നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചില്ലേ? ദൈവം എവിടെയെങ്കിലും കുറവ് വരുത്തിയോ? പ്രിയപ്പെട്ടവരെ, പത്രോസിനെ ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടു. എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കണ്ടുവെങ്കിലും പത്രോസിന് ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ല. ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാട് അതുവരെയും വന്നിരുന്നില്ല. അതിനെ തുടർന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ളതായ വാക്യം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും എല്ലാം ശിഷ്യന്മാരോട് പറയുകയാണ്. കർത്താവ് മരണത്തെക്കുറിച്ച് മുൻകൂട്ടി കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അടുത്ത വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. ഇത് കേട്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും പീഡാനുഭവവും പരീശന്മാരെന്നെ പിടിക്കുമെന്നും മഹാപുരോഹിതന്മാരെന്നെ പിടിക്കുമെന്നും പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോയി വിസ്തരിക്കുമെന്നും എൻ്റെ മരണം ഈ വിധമായിരിക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിന് വേറിട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവേ, അത് അരുതേ.
കർത്താവേ നിനക്കങ്ങനെ സംഭവിക്കരുത്, നിനക്കങ്ങനെ ഭവിക്കരുതേ. നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ പത്രോസ് ശാസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? പത്രോസിന് ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ചില്ല. പത്രോസിന്റെ ചിന്തയും സ്വപ്നവും എന്തായിരുന്നു? റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിൽ ഞെരിവിളിക്കൊള്ളുന്നതായി ഞങ്ങളെ അവിടെ നിന്ന് ഉദ്ധരിച്ച് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യ ജീവിതം തരും. യേശു രാജാവായി വാഴുന്നൊരു കാലമുണ്ട്. അന്ന് ഞങ്ങൾ അവൻ്റെ ഇടത്തും വലത്തുമായി മന്ത്രിമാരായിരുന്ന് യേശുക്രിസ്തുവിൻ്റെ ആ രാജ്യഭരണത്തിൽ മന്ത്രിമാരായിരുന്ന് രാജ്യം ഭരിക്കുന്നതായ ഈ ലോകത്തിലെ ഒരു ഭൗതികമായ നന്മകൾ മാത്രമേ പത്രോസ് സ്വപ്നം കണ്ടിരുന്നുള്ളൂ. ക്രൂശു മരണമോ കഷ്ടതയോ മരണമോ ഇതൊന്നും പത്രോസ് ആഗ്രഹിച്ചിരുന്നില്ല. കർത്താവേ നിനക്കങ്ങനെ സംഭവിക്കരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞ് യേശുവിനെ മാത്രം മാറ്റിക്കൊണ്ടുപോയി യേശുവിനെ ശാസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ആത്മാർത്ഥയിൽ നിന്നല്ലേ പത്രോസ് അത് ചെയ്തത്? യേശുക്രിസ്തുവിന് ഒന്നും വരരുന്നുള്ളതായ ആത്മാർത്ഥയിൽ നിന്ന്. അത് ജഡത്തിൻ്റെ ആവേശമായിരുന്നു പത്രോസിൻ്റെ, ജഡീകമായൊരു ചിന്തയായിരുന്നു അത് ആത്മീയ ചിന്തയല്ല. കർത്താവേ നിനക്കങ്ങനെ ഭവിക്കരുത്, നീ ഒരു നാളും അങ്ങനെ നീ മരിക്കാൻ ഇടവരരുത്, നീ ക്രൂശിക്കപ്പെടാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പത്രോസിനെ ശാസിക്കുകയാണ്. സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ പിശാചിന് ഇടം കൊടുത്തിരിക്കുകയാണ്. നീ ഇപ്പോൾ നിന്റെ വായിൽ കൂടെ സംസാരിച്ചത് അത് പിശാചിന്റെ ശബ്ദമാണ്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാൻ ജീവിക്കാൻ വന്നവനല്ല, ഞാൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. നീ പിതാവിൻ്റെ ഇഷ്ടമല്ല നീ ഇച്ഛിക്കുന്നത്, നീ മനുഷ്യരുടെ കാര്യമാണ് നീ ചിന്തിക്കുന്നത്, നീ ബുദ്ധിയിലാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. നിനക്ക് ഇതുവരെ ആത്മീയം മനസ്സിലായിട്ടില്ല. പിശാചിന് നീ ഇടം കൊടുത്തിരിക്കുകയാണ്. സാത്താനെ എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞ് പത്രോസിൻ്റെ ഉള്ളിലുള്ള പിശാചിനെ ജീവനുള്ള ക്രിസ്തു ശാസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ കണ്ടുവെങ്കിലും ആത്മീയമായ കാഴ്ചപ്പാട് ലഭിച്ചില്ല. ഇന്നും അനേക ദൈവമക്കൾ അങ്ങനെയാണ്. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു, കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നു, വിശ്വാസ മാർഗത്തിലേക്ക് വന്നു, ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ നടക്കാൻ തുടങ്ങി, വചനം കേട്ടു, ഒരു മാറ്റമെല്ലാം വന്നു, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിച്ചു. പക്ഷേ ആത്മീയമായൊരു കാഴ്ചപ്പാട് ലഭിച്ചില്ല. ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും മാത്രമാണ്, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മാത്രമാണ് ഇന്ന് അനേകരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ക്രൂശിൻ്റെ വഴി അനേകർക്ക് മനസ്സിലാകുന്നില്ല. സുഖമായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വന്നാൽ കർത്താവ് രോഗമെല്ലാം മാറ്റിത്തരും, കടത്തിന് ഞെരുക്കമെല്ലാം മാറ്റിത്തരും, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അഥവാ പ്രശ്നം വന്നാൽ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് പരിഹാരം തരും. അങ്ങനെ സുഖകരമായൊരു ജീവിതം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം സുഖകരമായൊരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ഇതൊരു മുൾപ്പാതയാണെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം, ദുരിതമില്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം കുരിശെടുത്തുകൊണ്ട് ഏകാന്ത പതികനായി എൻ്റെ ഗുരു പോയതിൻ്റെ പിന്നാലെ കുരിശുമെടുത്തുകൊണ്ട് നടക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പത്രോസിന് ആത്മീയം മനസ്സിലായില്ല. പത്രോസ് പറയുകയാണ്, കർത്താവേ നിനക്കങ്ങനെ സംഭവിക്കല്ലേ, നിനക്കൊരു നാളും അങ്ങനെ വരല്ലേ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 26-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം തന്നെ 26-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും. ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് ഞാൻ ഗലീലയ്ക്ക് പോകും. എല്ലാം കർത്താവ് ജീവനോട് ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് വ്യക്തമായും സ്പഷ്ടമായും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിനെ പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും. കർത്താവെ, എല്ലാവരും നിങ്ങൾ ഇടറിയാലും. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ട്. കർത്താവെ, ഈ 11 പേര് നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. ഞാൻ നിന്നെ വിട്ടുപോകില്ല കർത്താവേ. ആ ജഡത്തിനുള്ളതായ ധൈര്യമാണ് പത്രോസോടെ പ്രഖ്യാപിക്കുന്നത്. ജഡത്തിന്റെ ധൈര്യം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയ ജീവിതം ജഡത്തിന്റെ ബലത്തിലല്ല ജീവിക്കുന്നത്, അത് ദൈവത്തിന്റെ കൃപയിലാണ്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് എളിമപ്പെട്ടിരുന്നുവെങ്കിൽ, കർത്താവേ ഞങ്ങളുടെ എല്ലാ സ്വഭാവം നിന്നെ വിട്ട് ഇടറിപ്പോകുന്ന സ്വഭാവമാണ്, നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പത്രോസ് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, പത്രോസ് അതെല്ലാം മറുപടി പറഞ്ഞത്, കർത്താവേ ഈ 11 പേര് നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല.
ആത്മാർത്ഥതയിൽ നിന്നല്ലേ അതും പറഞ്ഞത്? അതും ആത്മാർത്ഥതയിൽ തന്നെയാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. പക്ഷേ എന്ത് സംഭവിച്ചു? സാഹചര്യം വന്നപ്പോൾ പത്രോസ് കർത്താവിനെ വിട്ടു പോയി എന്നാണ് നാം വായിക്കുന്നത്. സാഹചര്യം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാപുരോഹിതന്മാരും ചേവകന്മാരും യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് കയ്യാഫാവിൻ്റെയും ഹന്നാവിൻ്റെയും പീലാത്തോസിൻ്റെയും അരമനയിൽ കൊണ്ടുപോയി മാറി മാറി വിസ്തരിക്കുകയാണ്. പത്രോസ് പുറകെ ചെല്ലുന്നുണ്ട്. ഇതിൻ്റെ അവസാനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് പത്രോസ് നിരാശയോടെ ചെല്ലുകയാണ്. പത്രോസിൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. കാരണം എന്താണ്? ഈ റോമൻ സാമ്രാജ്യത്തിൽ യേശുക്രിസ്തു രാജാവായി വാഴുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇവൻ്റെ പിന്നാലെ നടന്നത്. ഇപ്പോഴിതാ ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു ബലഹീനനെ പോലെ ഇതാ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കെട്ടപ്പെട്ടവനായി നിൽക്കുകയാണ്. പ്രതീക്ഷയെല്ലാം തീർന്നു. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നശിച്ചവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ എല്ലാം തീർന്നല്ലോ എന്നാണ് പത്രോസ് വിചാരിച്ചത്. പത്രോസ് നോക്കി നിൽക്കുമ്പോൾ തന്നെ വിസ്താരമെല്ലാം കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ കാൽവറി മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. യേശുക്രിസ്തുവിനെ കാൽവറിയുടെ മലമുകളിൽ 3 ആണിമേൽ ക്രൂശിച്ചു. അവൻ മരിച്ചു. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. പത്രോസിന് പ്രതീക്ഷയെല്ലാം തീർന്നു. എല്ലാം അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിനു ശേഷമാണ് പത്രോസ് നാം ആദ്യം വായിച്ചതായ വാക്യം നാം വായിക്കുന്നത്. 3-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 3.5 വർഷം മുമ്പ് ഉപേക്ഷിച്ചതായ ആ പടകും വലയും വീണ്ടും പത്രോസ് തിരിച്ചെടുക്കുകയാണ്. പഴയതിലേക്ക് വീണ്ടും പത്രോസ് പോവുകയാണ്. കാരണം പ്രതീക്ഷയെല്ലാം നശിച്ചു. യേശുവിൻ്റെ പിന്നാലെ 3.5 വർഷക്കാലം നടന്നത് എല്ലാം പാഴായിപ്പോയല്ലെന്നാണ് ചിന്തിക്കുന്നത്. പത്രോസ് പഴയ പടകും വലയും എടുക്കുകയാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ആരെങ്കിലും ഉപേക്ഷിച്ചതിലേക്ക് പോയവരാരെങ്കിലും ഉണ്ടോ? വേണ്ട എന്ന് വെച്ചത് വീണ്ടും തിരികെ എടുത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോസ്തലന്റെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു കെടുതിയായിരുന്നു ആ പിന്മാറ്റ ജീവിതം. എല്ലാം പ്രിയപ്പെട്ടവരെ, പിന്മാറ്റത്തിലേക്ക് പോയാൽ എല്ലാം നഷ്ടമാണ്, എല്ലാം നാശമാണ്. അത് പിന്നീട് അപ്പോസ്തലനായ പത്രോസ് സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20 മുതലായ വാക്യം നാം വായിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ആ വേദനിപ്പിക്കുന്ന കാലങ്ങളെ ഓർത്ത് പത്രോസ് പുതിയ നിയമ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്, ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. എന്താണ് നാം വായിക്കുന്നത്? കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. വീണ്ടും അടുത്ത വാക്യം എന്താണ്? എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിച്ചതിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? പിന്മാറിപ്പോയവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? വേണ്ട എന്നൊരിക്കൽ വെച്ചത് വീണ്ടും തിരികെ എടുക്കാൻ ഇടവന്നിട്ടുണ്ടോ? ഛർദ്ദിച്ച് കളഞ്ഞത് വീണ്ടും ഭക്ഷിക്കാൻ ഇടവന്നിട്ടുണ്ടോ? അത് നായുടെ സ്വഭാവമാണ്. കുളിച്ച് വിട്ട് വീണ്ടും ചെളിയിലേക്ക് പോകുന്നത് അത് പന്നിയുടെ സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? പിന്മാറ്റക്കാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു സദ്വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്മാറ്റക്കാരെയും തള്ളിക്കളയാത്തവനായ ഒരു ക്രിസ്തുവുണ്ട്. അവരെയും സ്നേഹിക്കുന്നവനായൊരു ദൈവമുണ്ട്. അവരുടെ പിന്നാലെ ഈ സ്നേഹം പാഞ്ഞു വരികയാണ്. ആ സ്നേഹമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നത്. സഹോദരാ, നീ ഇന്ന് മടങ്ങി വരുമോ? ആ പിന്മാറിപ്പോയ പത്രോസിന്റെ അടുക്കിലേക്ക് വേദനിക്കുന്ന കാലുകളുമായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും ചെല്ലുകയാണ്. എന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്. 21-ാം അധ്യായം 15-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇവരെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ശീമോൻ പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്. മകനെ, നീ പിന്മാറിപ്പോയി, ശരിയാണ്. പക്ഷേ ഞാൻ പിന്മാറിയിട്ടില്ല. നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി, പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല. ആ സ്നേഹം കുറയുകയുമില്ല.
പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നിത്യസ്നേഹമാണ്, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമാണ്, ഒരിക്കലും കുറഞ്ഞു പോകാത്ത സ്നേഹമാണ്. കാൽവറി ക്രൂശിലെ സ്നേഹം, ആ സ്നേഹം നിങ്ങളെ തേടി വരികയാണ്, ആ സ്നേഹം നിങ്ങളെ അന്വേഷിച്ച് വരികയാണ്, വേദനിക്കുന്ന കാലുകളുമായി നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. മകനെ, നീ ഇന്ന് പിന്മാറ്റത്തിലാണോ? നീ ഇന്ന് മാറിപ്പോയിരിക്കുകയാണോ? നീ ഛർദ്ദി ചെയ്ത് വീണ്ടും നിന്നിരിക്കുകയാണോ? നീ വീണ്ടും ചെളിയിലേക്ക് പോയോ? നിന്നെ കഴുകാൻ യേശുവിൻ്റെ രക്തമുണ്ട്. നീ വീണ്ടും പാപത്തിലേക്ക് പോയോ? വീണ്ടും നിന്നെ കഴുകുവാൻ യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമുണ്ട്. അത് പരിശുദ്ധ രക്തമാണ്, അത് പാപം കഴുകുന്ന രക്തമാണ്, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്, അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്, അത് വീണ്ടും വീണ്ടും മടക്കി വരുത്തുന്ന സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങൾ മാടി വിളിക്കുകയാണ്. ആരെല്ലാം മടങ്ങി വരുന്നുണ്ട്? പുതിയ പ്രതീക്ഷകൾ തരുവാൻ, പുതിയ പ്രത്യാശ തരുവാൻ, പുതിയ അനുഗ്രഹം തരുവാൻ, പുതിയ ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ യേശു നിന്നെ വിളിക്കുകയാണ്. യേശുവിന്റെ സ്നേഹം നിന്നോട് സംസാരിക്കുകയാണ്. യേശുവിന്റെ ആത്മാവ് നിന്നെ വിളിക്കുകയാണ്. മകനെ, നീ വീണ്ടും യേശുവിന്റെ അടുക്കിലേക്ക് വരിക. യേശു നിന്നോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ചിട്ട് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ഈ സ്നേഹനിധിയായ യേശുവിനോട് നിങ്ങൾ ഒരു വാക്ക് ഹൃദയത്തിൽ നിന്ന് പറയുമോ? യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ. നിങ്ങൾ ആരെല്ലാം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? നിങ്ങളെ സ്നേഹിച്ച, നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ മടിഞ്ഞ ഈ സ്നേഹനിധിയായ യേശുവിനോട് നിങ്ങൾ ആരെല്ലാം പറയുന്നുണ്ട്? യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിച്ച യേശുവേ, എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നിത്യജീവന്റെ അവകാശം എനിക്ക് തരണമേ, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ, അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.